നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2025 ജനുവരി 19-ാം തീയതി ഞായറാഴ്ച മുതൽ 2025 ജനുവരി 25-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 24-ാം തീയതി ബുധൻ ധനുരാശിയിൽ നിന്ന് മകരത്തിലേക്ക് സംക്രമിക്കുന്നു. ഇനി ഓരോ കൂറുകാർക്കും എങ്ങനെ നോക്കാം. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവർ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലിയുണ്ടെങ്കിൽ ആ ജോലി സ്ഥാപനത്തിൽ ഏതെങ്കിലും വ്യക്തികളുമായി, പ്രത്യേകിച്ച് പ്രായക്കൂടുതലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ, അത് മേലധികാരികളോ സഹപ്രവർത്തകരോ ആകാം, അവരുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ പരസ്പരം വിദ്വേഷത്തിൻ്റെ ഭാവത്തിൽ സംസാരിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്തേക്കാം. അതുകൊണ്ട് ഈ ഒരാഴ്ച പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പ്രായക്കൂടുതലുള്ള മേലധികാരികളോടോ പ്രത്യേകിച്ചും സ്ത്രീകളോട്, സഹപ്രവർത്തകരായ പ്രായക്കൂടുതലുള്ള സ്ത്രീകളോടോ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പ്രായം ഒരു പരിധി ആവണമെന്നുമില്ല. ഏതു പ്രായത്തിലുള്ളവരായാലും സഹപ്രവർത്തകരായ സ്ത്രീകളോടായാലും ശരി, അല്ലെങ്കിൽ മേലധികാരികളോടായാലും ശരി, വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും അങ്ങേയറ്റം വിനയത്തോടുകൂടി പെരുമാറണമെന്നും പറയുന്നു. ഇത് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഇത് നോക്കേണ്ടതാണ്. സഹപ്രവർത്തകരോ മേലധികാരിയോ ആകണമെന്നില്ല. ആരോടും സൗമ്യമായി പെരുമാറിയാൽ, അഹങ്കാരമില്ലാതെ പെരുമാറിയാൽ അതിനനുസരിച്ചുള്ള ഗുണം കിട്ടും. ഇവിടെ ഈ ആഴ്ചയിൽ ചില ഗ്രഹങ്ങളുടെ പ്രത്യേക ചലനങ്ങൾ കൊണ്ട് ഉണ്ടാകാവുന്ന ഒരു ദോഷം എടുത്തു ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാവിൻ്റെ കുടുംബത്തിൽ പോവുകയോ മാതാവിൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശ്വാസം ഉണ്ടാവുകയോ ചെയ്യാം. ഈ ആഴ്ച വീട് ഭാഗം വയ്ക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അനുകൂലമായ സാമ്പത്തിക സഹായമോ മറ്റോ ഇവർക്കിപ്പോൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കടബാധ്യതയിൽ നിന്ന് മോചനം, കുറേ കാലമായി ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക ക്ലേശങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളൊത്ത് ഇവർക്ക് പുറത്ത് സഞ്ചരിക്കുവാനും ഉല്ലാസ യാത്രകളിൽ പങ്കുകൊള്ളുവാനുമൊക്കെ സാധിക്കുന്നു. മനസ്സിന് സന്തോഷം ലഭിക്കുന്നു. മനസ്സിന് ഇണങ്ങിയ വ്യക്തികളുമായി, ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായി ഒരുമിച്ച് സഞ്ചരിക്കാൻ സാധിക്കുകയും ഇടപഴകാൻ സാധിക്കുകയും ചെയ്യുന്നതിൻ്റെ വൈകാരികമായ ആനന്ദം ഇവർക്ക് ലഭിക്കുന്നു. ആഴ്ചയുടെ ആദ്യത്തെ 5 ദിവസങ്ങൾ ഇത്തരം കാര്യങ്ങളാൽ ഇവരുടെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കാനാണ് സാധ്യത. സാമ്പത്തികമായി പരുങ്ങലിലായിരുന്നവർക്ക് അതിൽ നിന്ന് മാറ്റമുണ്ടാകുന്നു. സാമ്പത്തികം ഉള്ളവർക്ക് അത് കുറച്ചുകൂടി ലഭിക്കുന്നു. കടബാധ്യതയുള്ളവർക്ക് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു. വായ്പകൾ അനുവദിച്ചു കിട്ടുന്നു. കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിയിരുന്ന പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവേ ഇവരുടെ ആഴ്ചയുടെ 5 ദിവസങ്ങൾ പ്രധാനമായും ഗുണകരമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നു. പുതിയ സുഹൃത്തുക്കളെ സ്ത്രീകൾക്ക് നേടാൻ സാധിക്കുന്നു ഈ നക്ഷത്രത്തിൽപ്പെട്ട. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്കും പുതിയ പെൺ സുഹൃത്തുക്കളെയൊക്കെ നേടാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രണയമോ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായി കുറച്ച് ധനം ആഴ്ചയുടെ അവസാനം ഇവർക്ക് വന്നു ചേരാമെങ്കിലും ശാരീരികമായ നല്ല അവശത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നട്ടെല്ല് സംബന്ധമായോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായോ അലർജി സംബന്ധമായോ ഒക്കെ അസുഖങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള റെസ്റ്റ് വേണ്ടിവരുമെന്ന് കാണുന്നു. പ്രത്യേകിച്ച് ഇടുപ്പിൻ്റെ ഭാഗം, അതായത് അരക്കെട്ടിൻ്റെ ഭാഗവും തോളലിലും അതുപോലെ തന്നെ നട്ടെല്ലിൻ്റെ കീഴ്ഭാഗങ്ങൾക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ അവശതയുണ്ടാകാനോ വേദനയുണ്ടാകാനോ ആ ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇത് വരിക. അതുപോലെ ഇപ്പോഴത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ വെച്ചിട്ട് മഞ്ഞുവീഴ്ചയുടെയൊക്കെ ഭാഗമായിട്ട് ഇവർക്ക് നീർവീക്കത്തിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത, അതും ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യത ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ കാണുന്നു. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഗുണകരം എന്ന് തന്നെ പറയാം. അനുകൂല ദിവസങ്ങൾ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 19, 20, 21, 22, 23-ാം തീയതി രാത്രി വരെയും ഗുണകരമാണ്. ഇനി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. 2025 പൊതുവേ രോഹിണിക്ക് ഗുണകരമാണ്. വരുന്ന മാസങ്ങൾ മാർച്ചിൽ അവസാനമായാലും മെയ് പകുതിയോടെയൊക്കെ വലിയ ഗുണങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് അത്ര ആശ്വാസകരമല്ല. എന്നാൽ ആദ്യത്തെ 3 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് പൊതുവേ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇവർക്കും ഏതെങ്കിലും തരത്തിൽ തടസ്സമോ പ്രശ്നങ്ങളോ സാമ്പത്തിക വൈഷമ്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു മാറ്റം
ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. സഹോദരന്മാരിൽ നിന്ന് വളരെ വലിയ സഹായം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും. അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ഇവരിൽ നിന്നൊക്കെ സഹായമുണ്ടാകാം. ശത്രു എന്ന് വിചാരിച്ചിരുന്ന ആൾ ചിലപ്പോൾ മിത്രമായി വന്ന് സഹായിച്ചേക്കാം ഇവർക്കിപ്പോൾ. അതുപോലെ തന്നെ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് സാമ്പത്തികമായ സഹായം വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകാം. മുടങ്ങിക്കിടന്നിരുന്ന ചില യാത്രകൾ വളരെ പെട്ടെന്ന് സജീവമായി വരാം. പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇവർക്ക് വലിയ വിജയത്തിലെത്താനുള്ള സാധ്യത കാണുന്നു ഈ ആഴ്ച. അതുകൊണ്ട് തന്നെ യാത്ര ഗുണകരമാകുന്നു. പ്രത്യേകിച്ചും ഹ്രസ്വ യാത്രകൾ വളരെ ഗുണകരമാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുപോലെ ഒരുമിച്ച് തുടങ്ങുന്ന ചില സംരംഭങ്ങളുടെ കാര്യത്തിലുമൊക്കെ പച്ചക്കൊടി കാട്ടുന്നതാണ് കാലം ഇവർക്ക്, ആഴ്ചയുടെ അവസാനത്തെ 4 ദിവസങ്ങൾ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം വരും കാലത്ത് കൂടുതൽ പ്രതീക്ഷയോടുകൂടി ഇവർക്ക് പല കാര്യങ്ങളും തുടങ്ങാൻ സാധിക്കുന്നതിൻ്റെ സന്തോഷവുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് യാത്ര കൊണ്ട് ഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം, സാമ്പത്തിക നേട്ടം, കടബാധ്യതയിൽ നിന്ന് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം മോചനം, ഉദരവുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്നുമൊക്കെ മാറ്റമുണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്ക് ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ രോഗമുണ്ടാകാനുള്ള സാധ്യതയോ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള സാധ്യതയോ ഉണ്ട്. ഈ നക്ഷത്രക്കാർക്കാണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, അതായത് ഉദരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയുണ്ടാകാം. തുടയെല്ലിന് പ്രശ്നമുണ്ടാകാനും കാൽമുട്ടുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതമുണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. പ്രായഭേദമന്യേ ഏതെങ്കിലും വിധത്തിലൊക്കെ അത് ശല്യപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. ഓരോ പ്രായത്തിലും ഓരോ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം ഇത്തരം അവശതകൾ. പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21 രാവിലെ 10 മണിക്ക് ശേഷം 22, 23, 24, 25 ദിവസങ്ങൾ താരതമ്യേന ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 2025 കുറച്ചുകൂടി ഉത്തരവാദിത്വങ്ങൾ വരുന്ന ഒരു അവസരമാണ്. പ്രത്യേകിച്ചും മാർച്ച് 29 ശേഷം. അതുപോലെ ശാരീരികമായി വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ. ഇവരുടെ ശാരീരികമായ അവശത എന്ന് പ്രധാനമായും പറയുമ്പോൾ ആശുപത്രിവാസം കാണുന്നുണ്ട്. അതൊക്കെ ഈ വർഷം മെയ്ക്ക് ശേഷമാണ് കൂടുതൽ. ഈ ആഴ്ചയിൽ ഇവരുടെ ഫലമെടുക്കുമ്പോൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. അവസാന ദിവസങ്ങളാണ് കൂടുതൽ ഇവർക്ക് ഗുണം. ആദ്യത്തെ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇവരുടെ തറവാട്ടിൽ നിന്നുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം കാണുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഓമനിച്ചു വളർത്തുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളോ അല്ലെങ്കിൽ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളോ ഇവരുമായിട്ടൊക്കെ കലഹിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഇവർക്കുണ്ടാകുന്ന ചില ദൈന്യതകൾ കണ്ട് വിഷമമുണ്ടാവുകയോ ചെയ്യാം. അസുഖങ്ങൾ ഉണ്ടാകാം ഇവർക്ക്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്ന് കാണുന്നു. മാതാവിനും ശാരീരികമായ അവശതയ്ക്ക് സാധ്യതയുണ്ട്. പ്രധാന തറവാട്ടിൽ നിന്ന്, അതായത് മൂല തറവാട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഈ നക്ഷത്രത്തിൽ പെട്ടവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മാതൃകുടുംബവുമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നു. ഈ പറയുന്ന പെറ്റ്സിന് എന്തെങ്കിലുമൊക്കെ അസുഖമോ പ്രശ്നമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ആശ്വാസകരമായ അവസ്ഥകൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ആഴ്ചയുടെ പകുതിക്ക് ശേഷം ഇവർക്ക് കൂടുതൽ ഗുണമാണ് കാണുന്നത്. ഇവർക്ക് തന്നെ ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലുമൊക്കെ പണം വായ്പ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഴ്ചയുടെ പകുതിക്ക് ശേഷം കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ അത് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ തന്നെ ആവാം. അരിയേഴ്സ്, തങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന പണം തന്നെ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഈ ആഴ്ചയുടെ പകുതിക്ക് ശേഷം ഈ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കടബാധ്യതയുള്ളവർക്ക് കുറച്ചെങ്കിലും കൊടുക്കുവാൻ സാധിക്കുന്നു. ആശ്വാസത്തിൻ്റേതായ ദിവസങ്ങൾ ആഴ്ചയുടെ പകുതിക്ക് ശേഷം ഇവർക്കുണ്ടാകുന്നു, പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിൽ. അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും ആഴ്ചയുടെ പകുതിക്ക് ശേഷമാണ് കൂടുതൽ ഗുണം. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകാൻ സാധിക്കുന്നു. സംതൃപ്തി കിട്ടുന്നു. പ്രവർത്തന രംഗത്തു നിന്ന് സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു. യാത്ര തടസ്സപ്പെട്ടിരുന്നത് മാറുന്നു. ആഴ്ചയുടെ തുടക്കത്തെ 3-4 ദിവസങ്ങൾ മാതാവ്, വാഹനം, അതുപോലെ തന്നെ കുട്ടികൾ, സന്താനങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും അസുഖമോ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള തടസ്സമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. നെഞ്ച്, ശ്വാസകോശ ഭാഗങ്ങൾ, ഹൃദയം, അതുപോലെ തന്നെ
ഈ ഡയഫ്രം ഭാഗങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള അവശതയ്ക്ക് കാരണമായിട്ട് കാണുന്നുണ്ട് ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. അത്തരം കാര്യങ്ങളിൽ നിന്ന് ജാഗ്രതയോടുകൂടി അത്തരം കാര്യങ്ങളെ വീക്ഷിക്കുക. മെഡിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് തന്നെ ചെയ്യുക. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24, 25 ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറ് എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. അഷ്ടമശനി എന്നൊക്കെ കുറേ കാലമായി പറയുന്നുണ്ട്. ശരിയാണ്, അഷ്ടമശനി മാർച്ച് 29 മാറുകയുള്ളൂ. അതുപോലെ 11 നിൽക്കുന്ന വ്യാഴം ഇവർക്ക് ധനപരമായി നേട്ടത്തെ കൊടുക്കും. ധനപരമായ നേട്ടം ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പലതരത്തിൽ ആണ് ഉപയോഗിക്കുക. ചിലർക്ക് കടുത്ത ബാധ്യതയുണ്ടായിരിക്കാം. കഴിഞ്ഞ 5 വർഷം 7ലും 8ലുമായി ശനി സഞ്ചരിച്ചതിൻ്റെ ബാധ്യതകളുണ്ട്. കണ്ടകശനി, അത് കഴിഞ്ഞ് അഷ്ടമത്തിൽ ശനി. മറ്റു ഗ്രഹങ്ങൾ ഇടയ്ക്ക് താൽക്കാലികമായി ഗുണം കൊടുത്തെങ്കിലും പ്രധാനമായും ഈ ഗ്രഹങ്ങൾ മോശാവസ്ഥയിൽ നിന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ചിന്തിക്കണം. 10ൽ വ്യാഴം സഞ്ചരിച്ചിരുന്നപ്പോൾ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ 11ൽ വ്യാഴം വന്നിരുന്ന ഈ സമയത്ത് കിട്ടുന്ന പണം ഇവർക്ക് ഇനി വരും കാലങ്ങളിൽ സേവ് ചെയ്ത് വയ്ക്കാനോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് മുടക്കേണ്ടിയോ വരും. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ആഴ്ചയിൽ ഇവരുടെ അവസ്ഥ നോക്കുമ്പോൾ ആഴ്ചയുടെ തുടക്കത്തെ 3 ദിവസങ്ങൾ വളരെ ഊർജ്ജസ്വലമായ ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. മനസ്സിന് അറിയാതെ തന്നെ ഊർജ്ജവും സന്തോഷവും ലഭിക്കുന്നു. പെട്ടെന്ന് എടുക്കുന്നു ചില തീരുമാനങ്ങൾ. അതെല്ലാം തന്നെ അവരുടെ ഭാവി ജീവിതത്തിന് കരുത്തു നൽകുന്ന ചില ശ്രമങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം ഇവരുടെ മനസ്സിന് സ്വപ്നം കാണാൻ സാധിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആശാവഹമായ പ്രതീക്ഷകൾ ഉണ്ടാകുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുമായി ചേർന്നു അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ബന്ധുക്കളുമായി ചേർന്നു പുതിയ സംരംഭങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. ചില പ്രത്യേക ഗുണങ്ങൾ ഇവർക്ക് അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നു തന്നെയും ചിലപ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിണങ്ങി നിന്നിരുന്നവരും അതുപോലെ തന്നെ മാറി നിന്നവരും കൂടുതൽ കരുത്തോടുകൂടി ഇവരുടെ പല സംരംഭങ്ങളിലേക്കും സഹായത്തിൻ്റെ വാഗ്ദാനവുമായി എത്തുന്നു. അതുകൊണ്ട് പൊതുവെ ഊർജ്ജസ്വലമായ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ മാത്രമാണ് അല്പമെങ്കിലും ആലസ്യവും പ്രശ്നങ്ങളും ഇവർക്കുണ്ടാകാൻ സാധ്യത. അത് പ്രത്യേകിച്ചും ശാരീരികമായ അവശത കൊണ്ടോ പ്രത്യേകിച്ചും മാനസികമായ പല പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെ ആകാം. സന്താനങ്ങൾക്ക് ചെറിയ ദോഷം കാണുന്നു ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ മാതാവിന് ചെറിയ അവശതയുണ്ടാവുകയോ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും വിധത്തിൽ ഈ നക്ഷത്രക്കാരെ ബാധിക്കുന്നു. ചിലപ്പോൾ ഭർത്താവിൻ്റെ അമ്മയ്ക്കാകാം, അല്ലെങ്കിൽ സ്വന്തം അമ്മയ്ക്കാകാം. എന്തായാലും ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക അവശത പല കാര്യങ്ങളിലും ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ശാരീരിക വൈഷമ്യങ്ങൾ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പ്രകടമാകുന്നുണ്ട്. എന്നാൽ പൊതുവെ സാമ്പത്തികമായ കാര്യങ്ങളിൽ വലിയ അല്ലലൊന്നും കാണുന്നില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഗ്രഹങ്ങൾ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ചും 7ാം ഭാവത്തിലേക്ക് അവസാന ദിവസം ബുധൻ പോകുന്നുണ്ട്. ബുധൻ 6ൽ വലിയ ദോഷമൊന്നും ചെയ്യില്ല. പക്ഷേ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ദാമ്പത്യ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് കാണുന്നുണ്ട്. 7ൽ സൂര്യൻ നിൽക്കുന്നതും കുടുംബജീവിതത്തിൽ അത്ര നല്ലതല്ല. അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ടും അതുപോലെ തന്നെ ചില കാർക്കശ്യ സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ടുമൊക്കെ ദാമ്പത്യത്തിൽ ചില അലോസരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂറിനുണ്ട്. എന്നാലും ഇതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ 11ലെ വ്യാഴം അനുവദിക്കുന്നു. പിതാവിന് ശാരീരികമായ അലർജി അസുഖങ്ങളോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമല്ല. യാത്രകൾക്ക് ചെറിയ തടസ്സമുണ്ടാകാം, പക്ഷേ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അതിന് മാറ്റമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അസുഖങ്ങൾ പല വിധത്തിലുണ്ട്. ശരീരത്തിൽ മുറിവുണ്ടാകാം, പൊള്ളലേൽക്കാനുള്ള സാധ്യത. കാരണം ചൊവ്വ ലഗ്നത്തിലാണ് നിൽക്കുന്നത്, അതായത് ജന്മത്തിലാണ് നിൽക്കുന്നത്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വ കേന്ദ്രത്തിൽ പ്രത്യേകിച്ചും ജന്മത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. ശാരീരിക അവശത, അണുബാധ, അഭിപ്രായ വ്യത്യാസങ്ങൾ വെട്ടിത്തുറന്നു പറയൽ, കലഹത്തിന് സാധ്യത, ഇതൊക്കെ കാണുന്നുണ്ട്. 11ലെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കാര്യങ്ങളിൽ നിന്നൊക്കെ അവസാന നിമിഷമെങ്കിലും പിടഞ്ഞു മാറാനുള്ള ഒരു വ്യഗ്രത ഇവരിലുണ്ട്. എന്തായാലും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം 19, 20, 21 രാവിലെ 10 മണി വരെ ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ഗുണം എന്ന് പറയാവുന്നത് 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ്റെ നിലയാണ്. ആഴ്ചയുടെ അവസാന ദിവസത്തിന് തൊട്ട് മുമ്പ് 24-ാം തീയതി ബുധൻ മകരത്തിലേക്ക് കയറുന്നു, 6ലേക്ക്. 7ൽ ശുക്രൻ നിൽക്കുന്നുണ്ട്, ശനിയും നിൽക്കുന്നുണ്ട്. അഷ്ടമത്തിൽ രാഹു, 2ൽ കേതു. 7ലെ ശുക്രൻ്റെ നിലയും ശനിയുടെ നിലയും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം.
ഈ ദാമ്പത്യത്തിൽ പ്രശ്നം ഉടൻ തന്നെ വേർപിരിഞ്ഞ് ഡിവോഴ്സ് ഇതൊന്നുമല്ല. പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ഇപ്പോൾ രണ്ടുപേർ തമ്മിൽ നേരത്തെ തന്നെ വൈരമുണ്ട്, സ്നേഹിച്ചു പോകാൻ സാധിക്കുന്നില്ല, മറ്റൊരു ബന്ധത്തിൽ ഒക്കെ മനസ്സ് ഊന്നി നിൽക്കുകയൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ള ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അത് കൂടുതൽ മൂർച്ഛയിലേക്ക് പോകാം, വർദ്ധിച്ച വഷളാകാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ സാധാരണ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാകാം. അത് എല്ലാ കാലത്തും എവിടെയും ഉണ്ടാകും. അത് ഒരല്പം കൂടിയ സൗന്ദര്യപ്പിണക്കം, കുറച്ച് ഡിഗ്രി കൂടിയ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാകാം. ഈ സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതൊക്കെ വളരെ സ്വാഭാവികമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടോ 10, 20, 25 ദിവസം കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മാറ്റവും ഉണ്ടാകും. അല്ലാതെ ഇതൊന്നും വലിയൊരു കാര്യമായിട്ട് എടുത്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ചും അത് ദാമ്പത്യത്തിൽ മാത്രമല്ല, ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, 7ാം ഭാവം കൊണ്ട് യാത്ര, ഒരുമിച്ച് ചെയ്യുന്ന സംരംഭങ്ങളെല്ലാം ചിന്തിക്കണം. അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ വരാം. ചില യാത്രകൾ ചിലപ്പോൾ കഠിനകരമാകാം, അല്ലെങ്കിൽ മുടങ്ങാം. അതൊക്കെ ഉണ്ട്. അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു അബദ്ധ ചിന്തകൾ, പ്രമേയങ്ങളിൽ പലപ്പോഴും വൈരുദ്ധ്യം, ചിന്തിക്കുന്ന കാര്യങ്ങളിൽ കാരണമില്ലായ്മ, റീസണില്ലായ്മ, അതായത് ബുദ്ധിയില്ലായ്മ ഒക്കെ ഉണ്ടാകാം. ഇതിനെയൊക്കെ മറികടക്കാൻ തക്കവണ്ണമുള്ള ഈശ്വരാധീനം ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് അത്ര വലുതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനയും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പറയുന്നത്. 5ലെ ബുധൻ ഇവർക്ക് വിശേഷ ബുദ്ധി കൊടുക്കും എന്ന കാര്യത്തിൽ വലിയ അനുഗ്രഹമുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ഗുണമാണ്. ഇവരുടെ തന്നെ കഴിവ് ഇവർക്ക് നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് കൊണ്ട് സാമ്പത്തിക മേഖല വലിയ ദോഷമായി വരുന്നില്ല. 10ൽ വ്യാഴം നിൽക്കുന്നതും കർമ്മരംഗത്ത് വലിയ ദോഷം ചെയ്യില്ല. ബന്ധപ്പെട്ട പ്രായാധിക്യമുള്ളവരുടെ ആരോഗ്യം വളരെ സൂക്ഷിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം, ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21 രാവിലെ 10 മണി കഴിഞ്ഞ് 22, 23 രാത്രി വരെയും ഗുണകരമാണ്. ശേഷം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. 9ലെ വ്യാഴത്തിൻ്റെ സഞ്ചാരവും 11ലെ ചൊവ്വയും 4ലെ ബുധനും ഇവർക്ക് ശ്രേയസ്കരമാണ്. സാമ്പത്തികമായ നേട്ടം, അനുഗ്രഹം ഈശ്വരൻ പ്രത്യക്ഷത്തിൽ തന്നെ തരുന്നതിൻ്റെ ഗുണം, പല കാര്യങ്ങളിലെയും തടസ്സങ്ങൾ മാറുന്നു, വരുമാനം വർദ്ധിക്കുന്നതിന് ഉള്ള ഊർജ്ജസ്വലമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, എങ്ങനെയും വരുമാനം കിട്ടാനുള്ള കാര്യങ്ങൾക്ക് ഊർജ്ജസ്വലതയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികം കയ്യിൽ നന്നായി എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലോ, അത് പഠനത്തിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും അവിടെയും ഇവർക്കിപ്പോൾ അനുകൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. അവിടെ താമസിക്കുന്ന കാര്യത്തിലും ഒക്കെ സമാധാനത്തിൻ്റെ കാര്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ആശാവഹമായ പ്രതീക്ഷകളുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരിൽ ഇപ്പോൾ ഉള്ളത്, ഇവിടെയും ദാമ്പത്യത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ചില അസ്വാരസ്യങ്ങളോ അതുവരെ കാണാത്ത ചില തെറ്റായ ധാരണകളോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് രാഹുകേതുക്കളുടെ സാന്നിധ്യം കൊണ്ടാണത്. അതുകൊണ്ട് കാര്യങ്ങൾ അങ്ങേയറ്റം സുതാര്യമായി നിലനിർത്താൻ ശ്രമിക്കുക, പരസ്പരം കൃത്യമായി മനസ്സിലാക്കുക, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവുക. ഇതൊക്കെയാണ് ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ദാമ്പത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കുക. അത്തരം കാര്യങ്ങൾ രാഹുകേതുക്കൾ പലപ്പോഴും ചെയ്യണമെന്നില്ല. അവിടെ ചതിക്കും, വഞ്ചനയ്ക്കും, തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുമാണ് പ്രാമുഖ്യം. അതുകൊണ്ട് ഈശ്വരാധീനമായ 9ാം ഭാവത്തിലെ വ്യാഴസ്ഥിതി മാത്രമാണ് ഇവിടെ ഒരു അനുഗ്രഹമായി നമുക്ക് പറയാൻ സാധിക്കുക. 4ലെ ബുധൻ ലൗകിക ഭാവങ്ങളിലും കുടുംബത്തിലേക്ക് ധനം കൊണ്ടുവരുന്ന കാര്യത്തിലും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന കാര്യത്തിലുമൊക്കെ വളരെ അനുഗ്രഹമായി നിൽക്കുന്നു. അതുകൊണ്ട് ആ സമ്പത്ത് കൃത്യമായി കുടുംബത്തിലെ കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ട കാര്യം, ഇതെല്ലാം ഗുണകരമായിട്ടാണ് കാണുന്നത്. മാതാവുമൊത്തുള്ള ജീവിതം, മാതാവിൻ്റെ ഭാഗത്തുനിന്നുള്ള അനുകൂലമായ ഭാവങ്ങൾ, അതെല്ലാം തന്നെ ഗുണകരമാണ്. ദോഷം എന്ന് പറയാവുന്ന പ്രധാനപ്പെട്ട അവസ്ഥ ഇവരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അണുബാധയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ചില ഹിഡൻ ഡിസീസ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച് പുറത്തേക്ക് വരാം. തെറ്റായ ധാരണകൾ ഉണ്ടാവുക, ഇതൊക്കെയാണ് പ്രധാനമായും. അതുപോലെ ക്ഷുദ്രജീവികളിൽ നിന്ന് ആക്രമണമുണ്ടാകുക, ഇഴജന്തുക്കളിൽ നിന്ന് ആക്രമണമുണ്ടാകുക, അതിൽ നിന്ന് ആശങ്കകൾ ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വലിയ ദോഷം കാണുന്നില്ല. ഭാഗ്യം വ്യാഴം 9ൽ നിൽക്കുന്നതിൻ്റെ രൂപത്തിൽ നിൽക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒടുവിൽ ഇവർക്ക് സമാധാനവും രക്ഷയും കിട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ലാഭമുണ്ട്. ഏറ്റവും നല്ല ദിവസങ്ങൾ ഈ ആഴ്ചയിൽ എന്ന് പറയുന്നത് 19, 20, 21 രാവിലെ 10 മണി വരെയും പിന്നീട് 24, 25 ഗുണകരം. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. അഷ്ടമ വ്യാഴം തന്നെയാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നത്. 10ാം ഭാവത്തിലെ ചൊവ്വ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട്
ഊർജ്ജസ്വലമായ മനസ്സോടുകൂടി ആ ഊർജ്ജസ്വലത സമ്മാനിക്കുന്ന ഉന്മേഷത്തോടു കൂടി പ്രവർത്തിക്കാൻ ഇവരെ പ്രേരിപ്പിക്കും. എന്നാലും റിസൾട്ടോ പോസിറ്റീവായി കിട്ടാനുള്ള റിസൾട്ട് അല്പം വൈകിയെന്നിരിക്കാം. ശനി 5-ാം ഭാവത്തിലാണ്, ഭാഗ്യസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകാം. എന്നാൽ ശുക്രൻ 5-ൽ നിൽക്കുന്നത് ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ, ചില പ്രത്യേക സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ഇവർക്ക് ചിലപ്പോൾ ചില അനുഗ്രഹങ്ങളുണ്ടാകാം. പഴയ സുഹൃത്തുക്കളോ, പ്രത്യേകിച്ചും സ്ത്രീകൾ, ഈ നക്ഷത്രത്തിലെ പുരുഷന്മാർക്ക് സ്ത്രീ സഹായം കൊണ്ടോ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് പുരുഷ സഹായം കൊണ്ടോ ഒക്കെ ഗുണമുണ്ടാകാം. ചില പുതിയ ബന്ധങ്ങൾ രൂപീകരിക്കപ്പെടാം. ആ ബന്ധങ്ങളിൽ നിന്ന് ആശ്വാസം മനസ്സിനുണ്ടാകാം. ശനി 5-ൽ നിൽക്കുന്നതിനാൽ സന്താനങ്ങൾക്ക് അത്ര നല്ലതല്ല. നേരത്തെ പറഞ്ഞതുപോലെ പല ചിന്തകളും പ്രവർത്തിക്കാൻ വേണ്ടി മനസ്സ് ഒരുങ്ങുമെങ്കിലും അതൊക്കെ പ്രാബല്യത്തിൽ വരുത്താൻ എന്തെങ്കിലും തരത്തിലുള്ള കാലതാമസമോ വിഷമമോ ഉണ്ടാകാം. അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ഈശ്വരാധീനം അല്ലെങ്കിൽ ഭാഗ്യം ഇല്ല എന്ന് പറയാം നമുക്ക്. അതുകൊണ്ട് ഈ 5-ലെ ശനിയും കൂടെ ചേർത്ത് വേണം അത് വായിക്കാൻ. മറ്റൊന്ന്, 3-ൽ ബുധൻ അതത്ര വലിയ ഗുണം ചെയ്യുന്നില്ല. 5-ാം ഭാവത്തിൽ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ഒരർത്ഥത്തിൽ ഇവർക്ക് ഗുണമാണ്. കടബാധ്യതയിൽ നിന്ന് മോചനം, സാമ്പത്തികമായി വായ്പ ലഭിക്കൽ, പ്രത്യേകിച്ചും വിദേശ രാജ്യത്തു നിന്നോ അല്ലെങ്കിൽ ചില നമ്മുടെ ഈ സ്വന്തം ഇനത്തിൽപ്പെടാത്ത മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്നോ മറ്റേതെങ്കിലും ഒക്കെ വിഭാഗത്തിൽ നിന്നോ ഉള്ള ജനങ്ങളുടെ സഹായം, പ്രത്യേകിച്ചും സ്ത്രീകളുടെ സഹായം പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ സഹായമൊക്കെ ലഭ്യമാവുന്നൊരവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ ഉദര സംബന്ധമായ രോഗം, ത്വക്ക് സംബന്ധമായ രോഗം അല്ലെങ്കിൽ അലർജി അസുഖങ്ങൾ ഇത് ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദോഷം അല്പം ഏറിയിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ആഴ്ചയും ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് 21 രാവിലെ 10 മണി കഴിഞ്ഞ് 22, 23 രാത്രി വരെ താരതമ്യേന ഗുണമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 2-ലെ ബുധൻ 24-ാം തീയതി മാത്രമേ 3-ലേക്ക് പോകുന്നുള്ളൂ. 2-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് വളരെ ഗുണകരമാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി, ബുദ്ധിപരമായ സമീപനങ്ങൾ വഴിയൊക്കെ സാമ്പത്തികമായിട്ട് നല്ല ലാഭമുണ്ടാകും. ജോലിയിൽ കൂടുതൽ തിളങ്ങാൻ സാധിക്കുമെന്ന് കാണുന്നു. 7-ൽ നിൽക്കുന്ന വ്യാഴവും ഇവർക്ക് അനുഗ്രഹമാണ്. സർവ്വകാര്യങ്ങൾക്കും പച്ചക്കൊടി നാട്ടിക്കൊണ്ട് വ്യാഴം അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ 7-ൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, യാത്രകൾ, അല്ലാതെ തന്നെ നടത്തുന്ന യാത്രകൾ അതിൻ്റെ ലക്ഷ്യത്തെ പ്രാപിക്കുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നു. ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഗുണമുണ്ടാകുന്നു. എന്നാൽ ഇതിനെല്ലാം തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമോ ഒക്കെ ഉണ്ടാകാം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കണ്ടകശനിയുടെ പ്രശ്നം കാരണം. ശുക്രൻ കൂടി അവിടെ നിൽക്കുന്നതിനാൽ, ശനിയുടെ രാശിയിൽ പോയി ശുക്രൻ നിൽക്കുമ്പോൾ അവിടെ ശനിക്കാണ് ബലം കൂടുതൽ. അതുകൊണ്ട് ശുക്രന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, സമൂഹത്തിൽ തെറ്റായ വ്യാഖ്യാനിക്കപ്പെടാം ഈ നക്ഷത്രക്കാരുടെ പ്രവൃത്തികൾ. അല്ലെങ്കിൽ കുടുംബത്തിൽ ഇവരെ ഓർത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ടാകാം. മാതാവിന് അവശതയോ രോഗമോ മാനസിക വിഷമങ്ങളോ ഉണ്ടാകാം. ചിലപ്പോൾ ഇവരെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടുണ്ടാകാം. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്ന് കാണുന്നു. വാഹനത്തിന് അറ്റകുറ്റപ്പണികളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ വാഹനത്തിന് സംഭവിക്കാം. അപകടത്തിനും സാധ്യതയുണ്ട് എന്ന് പറയാതെ വയ്യ. എന്നാൽ ഇവിടെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ഇവർക്ക് വിശിഷ്യ ചില ബുദ്ധിശക്തികൾ കൊടുക്കുകയും ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിലും ചില പ്രത്യേക ജോലിയുടെ കാര്യത്തിലും ഭാഷാപരമായ കഴിവിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ചും അന്യഭാഷയുടെ കാര്യത്തിലൊക്കെ ഇവർക്ക് വളരെ വലിയ ശക്തി കൊടുക്കുന്നു, കഴിവ് കൊടുക്കുന്നു. അതിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. എന്നാൽ സന്താനങ്ങൾക്ക് ശാരീരികമായ അവശത, ഈ നക്ഷത്രക്കാർക്ക് തന്നെ ത്വക്ക് രോഗമോ അലർജി അസുഖമോ ഉണ്ടാകാം. തൊണ്ട, അതുപോലെ തന്നെ ചെവി, ഈ ഭാഗങ്ങളിലോ അധികം സൂര്യസ്പർശമേൽക്കാത്ത ഇറുകിക്കിടക്കുന്ന ഭാഗങ്ങളിലോ ഒക്കെ സ്കിൻ ഡിസീസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 19, 20, 21 രാവിലെ 10 മണി വരെ, അതിനുശേഷം 24, 25 ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചും കഴിഞ്ഞ കുറച്ചു കാലമായി പ്രശ്നങ്ങൾ ഉണ്ട്. 7ര ശനി പൂർണ്ണമായി തീർന്നെങ്കിലും പലരുടെയും ചോദ്യം അതാണ്, 7ര ശനിയൊക്കെ തീർന്നു എന്നിട്ടും ഗുണം ഈ കാണുന്നില്ലല്ലോ എന്ന്. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് വ്യാഴം 6-ാം ഭാവത്തിലേക്ക് പോയി.
അതുപോലെ തന്നെ രാഹുകേതുക്കൾ കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുന്നു, 4ലും 10ലുമായി. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങളെ ഇവർക്ക് സമ്മാനിക്കും. സമൂഹം, സുഹൃത്തുക്കൾ, മനസ്സിൻ്റെ സന്തോഷം, ഉപാസനാമൂർത്തി, മാതാവ്, മാതൃകുടുംബം, മാതുലൻ, അമ്മാവനൊക്കെ വരും 4ാം ഭാവം കൊണ്ട്. കമ്മ്യൂണിക്കേഷൻ രംഗം പോലും 4ാം ഭാവം കൊണ്ട് ചിന്തിക്കണം, മറ്റുള്ളവരുമായി സംവദിക്കുന്ന രീതി. അവിടെയാണ് രാഹു നിൽക്കുന്നത്. ചില പ്രത്യേക കഴിവുകൾ രാഹു തീർച്ചയായും സമ്മാനിക്കും. രാഹുവിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. മറ്റൊന്നും കാണാത്ത വിധത്തിൽ, മറ്റൊരിടത്തും കാണാത്ത വേറിട്ട ബുദ്ധിയുടെ ആളാണ് രാഹു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ശോഭിക്കാൻ സാധിക്കുമെങ്കിലും അതേ അളവിൽ തന്നെ ചില പാപങ്ങളും ഈ രാഹു സമ്മാനിക്കും. സൊസൈറ്റിയിൽ തങ്ങളെ തെറ്റിദ്ധരിക്കാം, സമൂഹത്തിൽ തങ്ങൾ പറയുന്ന വാക്കുകൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. അതുപോലെ തന്നെ മാതാവിന് ദോഷം, ഇവർക്ക് തന്നെ ശാരീരികമായ അവശത, അതുപോലെ തന്നെ പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവർ അതിനെന്തെങ്കിലും തടസ്സമുണ്ടാവുക, ഈശ്വരനോട് തിരിഞ്ഞു നിൽക്കാനുള്ളൊരു മനോഭാവം ഉണ്ടാകുക. ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ കുറച്ചൊരു ചെകുത്താൻ മനസ്സ് വരും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തിരിഞ്ഞു നിൽക്കുക, വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. നേരെ 10ാം ഭാവത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയും അവിടെ കേതുവും നിൽക്കുന്നത് കൊണ്ട്, വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ രക്ഷപ്പെട്ടു പോകും. പക്ഷേ കർമ്മരംഗത്ത് ഇവർ ചോദ്യം ചെയ്യപ്പെടാം. തങ്ങളുടെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ പരിഹസിക്കുകയോ വിമർശിക്കുകയോ ചെയ്യാം. ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കകൾ എപ്പോഴും കർമ്മരംഗത്തും ഇവർ ഇടപെടുന്ന ഇടങ്ങളിലുമൊക്കെ വരാം. കാരണം രാഹു, കേതു ഇവർ ആശങ്കകൾ ജനിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ്, പ്രതിലോമകാരികളാണ്. അപ്പോൾ സ്വാഭാവികമായും മനസ്സിൻ്റെ ഏതെങ്കിലും വിധത്തിൽ എപ്പോഴും അലട്ടുന്ന ചോദ്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. എന്തായാലും ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും കേതുവിനെ, അതായത് 10ാം ഭാവത്തെ വ്യാഴം വിശേഷാൽ നോക്കുന്നത് കൊണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. ബുധൻ ലഗ്നത്തിൽ, അതായത് ചന്ദ്രൻ്റെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ശാരീരികമായി കുറച്ചുകൂടി ഇവർക്കൊരു വ്യക്തിത്വം പ്രകടമാക്കാൻ സാധിക്കും. കാഴ്ചയിൽ കുറച്ചുകൂടി ചെറുപ്പത്തിൻ്റെ ഊർജ്ജസ്വലത, ഉന്മേഷം ഇതൊക്കെ പ്രകടിപ്പിക്കാൻ സാധിക്കും. അത് പ്രവർത്തനങ്ങളെ കൂടുതൽ സ്വാധീനിക്കും. തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ബുദ്ധിപരതയോടുകൂടി, ക്രിയാത്മകതയോടുകൂടി അവർക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ നിന്ന് സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. വ്യാഴം 6ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈശ്വരാധീനം അല്പം കുറവുണ്ട്. സാമ്പത്തികമായി വലിയ ഒരവസ്ഥ ഉണ്ടാകില്ല, ചിലപ്പോൾ കടബാധ്യതയൊക്കെ ഉണ്ടാകും. എന്നാലും കാര്യങ്ങളൊക്കെ അനുകൂലമായി നടന്നു പോകും എന്ന് വേണം തീരുമാനിക്കാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 19, 20, 21, 22, 23 രാത്രി വരെയും ഗുണകരമാണ്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. 5ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം, 7ൽ ചൊവ്വ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ 12ൽ ബുധൻ, 2ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നുണ്ട്, 3ലെ രാഹു. 2ലെ ശുക്രൻ്റെ സഞ്ചാരവും ശനിയോടുകൂടി ചേർന്ന് നിൽക്കുന്നു എന്നൊരു കുഴപ്പമേ ഉള്ളൂ. പക്ഷേ ശുക്രൻ 2ൽ സഞ്ചരിക്കുന്നത് പൊതുവെ ഗുണകരമാണ്. പ്രത്യേകിച്ചും ജോലി സ്ഥലത്തൊക്കെ ഇവർക്ക് ഒരു പ്രത്യേക പ്രാമാണ്യം ഇപ്പോൾ കിട്ടും. തങ്ങളുടെ കാര്യങ്ങൾ നന്നായി അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കും. 2ാം ഭാവം കമ്മ്യൂണിക്കേഷൻ്റെ, ഭാഷയുടെ, വാക്കിൻ്റെയൊക്കെ സ്ഥലമാണ്. ജോലി സ്ഥലവുമാണ്. ധനത്തിൻ്റെ അധിപനാണ് 2ാം ഭാവം. കുടുംബം എല്ലാം 2 കൊണ്ട് ചിന്തിക്കണം. അപ്പോൾ വിദ്യ, ധനം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ചും തങ്ങളുടെ ജോലി സ്ഥലത്ത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. കുടുംബത്തിലും സൗമ്യമായി ഇടപെടുന്നു. കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കുന്നു. സാമ്പത്തികമായി വലിയ ദോഷങ്ങൾ ഉണ്ടാകുന്നില്ല. 5ൽ നിൽക്കുന്ന വ്യാഴം അനുഗ്രഹമായി മാറുന്നു പല കാര്യങ്ങൾക്കും. അതുകൊണ്ട് ഭാഗ്യവും അതുപോലെ തന്നെ ധനപരമായ കാര്യവും ജോലി സംബന്ധമായ കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ 7ര ശനി പൂർണ്ണമായും തീർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കർമ്മസ്ഥലത്ത് ചിലപ്പോൾ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം ജോലി സ്ഥലത്ത്. കാരണം 2ലാണ് ശനിയും നിൽക്കുന്നത്. അത് പ്രത്യേകമായി മനസ്സിലാക്കുക. 50-50 എന്ന അവസ്ഥയിലായിരിക്കും നന്മയും തിന്മയും ജോലി സ്ഥലത്ത്. ഒരേ സമയത്ത് ഗുണമുണ്ടാകുകയും ഒരേ സമയത്ത് ദോഷങ്ങളുടെ ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യാം. അത് കൃത്യമായി അറിഞ്ഞ് മുന്നോട്ട് പോവുക. ദോഷകാര്യങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് മാറി നിൽക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇവർ സഹോദര സ്ഥാനത്തുള്ളവർക്ക് ചെറിയ അവശത ഇപ്പോഴും കാണുന്നുണ്ട്. എന്നാൽ സ്വന്തം കാര്യത്തിൽ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കും. തുടർന്നു വന്നിരുന്ന പാറ്റേണുകൾ ജോലിയിലൊക്കെ മാറ്റി പുതിയ രീതികൾ അവലംബിക്കാനൊക്കെ സാധിക്കും. അതിൽ നിന്നൊക്കെ ഇവർക്ക് ഗുണമുണ്ടാകും. ഇവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, പിതാവിന് അത്ര നല്ലതല്ല. ചില പ്ലാൻ ചെയ്തിരുന്ന യാത്രകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും. നടക്കില്ല എന്നല്ല, മാറ്റിവെക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളേ ഉള്ളൂ. ശാരീരികമായി ഇവർ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ഇവരുടെ പാദങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള
സ്കിൻ സംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ നെർവസിന് പെയിൻ ഉണ്ടാവുക, വാദസംബന്ധമായ അസ്കിതകൾ ഉള്ളവർക്ക് അത് മൂർച്ഛിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അലർജി അസുഖങ്ങളും നന്നായി ഇവരെ അലട്ടും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നീർവീഴ്ച, നീർവീക്കം ഇതൊക്കെ ഇൻഫെക്ഷൻ ലെവലിലേക്ക് വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യരംഗം വളരെ സൂക്ഷിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21 രാവിലെ 10 മണി കഴിഞ്ഞ് 22, 23, 24, 25 ഗുണകരമാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 1/4 ഭാഗം. 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, അതുപോലെ തന്നെ 11-ൽ 24-ാം തീയതി വരെ സഞ്ചരിക്കുന്ന ബുധൻ, ജന്മത്തിലെ ശുക്രൻ, ഇതൊക്കെയാണ് ഇവർക്ക് ഗുണം നൽകുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ലാണ് ചൊവ്വ. 6-ൽ അത്ര ദോഷമൊന്നും ചെയ്യില്ലെങ്കിലും ഉദര സംബന്ധമായി എന്തെങ്കിലുമൊക്കെ അവശതയുള്ളവർക്ക് അത് വർദ്ധിക്കാനും ചിലപ്പോൾ അത് സർജറിയിലേക്ക് നീങ്ങാനുമൊക്കെ സാധ്യതയുണ്ട്. പൈൽസ്, അതായത് അർശസ് അല്ലെങ്കിൽ ഫിസ്റ്റുല രോഗമുള്ളവർക്ക് ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ മുറിവിൽ നിന്ന് രക്തം വാർന്നു പോകാനുള്ള സാധ്യത, പൈൽസിൻ്റെ മാത്രമല്ല സാധാരണ മുറിവുകളിൽ നിന്നുമൊക്കെ രക്തം വാർന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജലവുമായി ബന്ധപ്പെട്ട് അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. ജലത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിഷഭയം ഉണ്ടാകാനുള്ള സാധ്യത, മുഖവും അതുപോലെ തന്നെ പൊതുവെയുള്ള ഇവരുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം. ശാരീരിക ഭാഗത്ത് മുഖത്തിന് പ്രത്യേകമായ സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കുക. സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം മുഖത്തുണ്ടാകാം. അതുപോലെ തന്നെ കൺതടങ്ങൾ, മൂക്ക്, ചെവി ഈ ഭാഗങ്ങളിലൊക്കെ അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ ഒരാഴ്ച വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി അത് തുടരുന്നുണ്ട്, 2-ൽ രാഹു നിൽക്കുന്നത് കൊണ്ട്. പിന്നെ ദോഷം എന്ന് പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജന്മശനി തന്നെയാണ്. ശുക്രൻ ജന്മത്തിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിലും ശനി ജന്മത്തിൽ നിൽക്കുന്നതിനാൽ പല കാര്യങ്ങൾക്കും ഇവർക്ക് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ ആ തടസ്സങ്ങളും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ താൽക്കാലികമായി വിട്ട് 4-ൽ നിൽക്കുന്ന വ്യാഴവും 11-ൽ നിൽക്കുന്ന ബുധനും 6-ൽ നിൽക്കുന്ന ചൊവ്വയുമൊക്കെ ഇവരെ സഹായിക്കും. സാമ്പത്തിക നേട്ടം, കടബാധ്യതയിൽ നിന്നും മോചനം, വായ്പ അനുവദിച്ചു കിട്ടൽ, യാത്ര കൊണ്ട് ഗുണം, അതുപോലെ തങ്ങളുടെ കുടുംബത്തിൽ കൂടുതൽ നന്നായി ഇവർക്ക് ഇവരുടെ പ്രയോജനം കുടുംബത്തിന് കൂടുതലായി കിട്ടുന്നൊരവസ്ഥ, കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ഐശ്വര്യകരമായ മുന്നോട്ട് പോക്ക്, ദാമ്പത്യ വിജയം, ഇതെല്ലാം ഈ ആഴ്ചയും കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ആരോഗ്യം, സ്കിന്ന്, മുഖം ഈ ഭാഗങ്ങളാണ്. വാക്കുകളും വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. തെറ്റിദ്ധരിക്കപ്പെടാം തങ്ങളുടെ വാക്കുകൾ. പൊതുവേ അതുതന്നെ ചെറിയ തടസ്സങ്ങൾക്കും കലഹങ്ങൾക്കും കേസിനുമൊക്കെ കാരണവുമാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 24, 25 താരതമ്യേന ഗുണമുള്ള ദിവസമായി കാണുന്നു. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. 3-ലെ വ്യാഴം, അതുപോലെ തന്നെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ, 10-ൽ സഞ്ചരിക്കുന്ന ബുധൻ, ആഴ്ചയുടെ അവസാനത്തോടുകൂടി 11-ൽ വരുന്നു. രണ്ടും നല്ലതാണ്. 12-ലെ ശുക്രനും വലിയ ദോഷമൊന്നും ചെയ്യില്ല. ജന്മത്തിൽ നിൽക്കുന്ന രാഹു, 7-ൽ നിൽക്കുന്ന കേതു, ഇത് രണ്ടും തന്നെയാണ് പ്രധാന ദോഷം. 3-ലെ വ്യാഴം സാമ്പത്തികമായി ഇവരെ ആശങ്കകളിൽ കൊണ്ടെത്തിക്കുന്ന പല സിറ്റുവേഷൻസും കടന്നു വരാം. അപ്പോൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് സാമ്പത്തികമായിട്ട് ഇവർക്ക് തങ്ങളുടെ കഴിവും കർമ്മരംഗവും മാത്രമേ ഉള്ളൂ. ബാക്കി പല ഭാഗത്തും ചിലവ് വർദ്ധിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് വരാം. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ വിഷമത്തിലാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ കർമ്മമേഖല കൂടുതൽ ഊർജ്ജസ്വലമാക്കുക, തങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുക, മറ്റെന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ, വരുമാന മാർഗത്തിന് ശ്രമിക്കുക. ആ കാര്യങ്ങളിൽ ഈ ആഴ്ച ഇവർക്ക് വിജയമുണ്ടാകും. ശാരീരികമായി അവശത കാണുന്നു. ഒരു കാരണവുമില്ലാതെ മനോവിഷമം ഉണ്ടാകാം. പക്ഷേ കൃത്യമായി മീനക്കൂറിന് ഇപ്പോൾ കാരണം ഉണ്ട്. കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളുമൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ശുക്രൻ 12-ൽ നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമൊന്നും ചെയ്യില്ലെങ്കിലും ഏറ്റവും ഒടുവിൽ ഇവർ പരിഹാസ കഥാപാത്രങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട് പല പ്രവർത്തനങ്ങളിലും. അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ, ചിലപ്പോൾ സഹോദര ബന്ധങ്ങൾ, അതൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇവരെ ഇപ്പോൾ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന തരത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ പെരുമാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരാഴ്ചയും അവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോന്നും ചെയ്യുവാനായി. അത്തരം കാര്യങ്ങളിൽ വലിയ പ്രതികരണമൊന്നും ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് കാര്യവുമില്ല.
ഏതായാലും ഇപ്പോൾ ഇവരെ ശല്യപ്പെടുത്തുന്ന ഗ്രഹങ്ങളിൽ, ദോഷമായി നിൽക്കുന്ന ഗ്രഹങ്ങളിൽ പ്രധാനം വ്യാഴവും അതുപോലെ തന്നെ രാഹുകേതുക്കളുമാണ്. സ്വന്തം കുടുംബത്തിൽ കൃത്യമായും സത്യസന്ധമായും പെരുമാറാൻ ശ്രമിക്കുക. രോഗം ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ്റെ രൂപത്തിലും വ്രണങ്ങളുടെ രൂപത്തിലുമൊക്കെ ഉള്ളിലുണ്ടാകാം. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതിന് കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള മെഡിക്കേഷനും കാര്യങ്ങളുമൊക്കെ ചെയ്യുക. സ്വന്തം വ്യക്തിത്വം, സ്വന്തം തനിമ തെറ്റായ രീതിയിൽ കുടുംബത്തിൻ്റെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും കാഴ്ചവെക്കപ്പെടാം. അതുകൊണ്ട് തന്നെ കലഹമോ പ്രശ്നങ്ങളോ അബദ്ധധാരണകളോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഏറ്റവും നന്നായി സുതാര്യമായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ, സ്വന്തം കഴിവുകളിലെ ചില മാറ്റങ്ങൾ, ഇതെല്ലാം കൊണ്ട് ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാവും. ബാക്കി കാര്യങ്ങളിൽ ഈശ്വരാധീനത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വേണം പറയാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 19, 20, 21 തീയതി രാവിലെ 10 മണിവരെയും ഗുണകരമാണ്. ശനിയാഴ്ച ദിവസങ്ങളിലെ വ്രതശുദ്ധി, കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കൽ, നായ്ക്കൾക്ക്, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കലോ അല്ലെങ്കിൽ ഏറ്റവും അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ശനി ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിൻ്റെ അമ്പലത്തിലോ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ പ്രത്യേകം പൂജകൾ ചെയ്യുക, നീരാഞ്ജനം കത്തിക്കുക. അതുപോലെ തന്നെ ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. വ്യാഴദോഷ പരിഹാരത്തിന് വിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശനം നടത്തുക. പ്രത്യേകിച്ചും സൂര്യോദയം തൊട്ട് 1 മണിക്കൂറിനകം ചെയ്യുന്നത് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ മഞ്ഞപ്പട്ട് സമർപ്പിക്കൽ, പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കലൊക്കെ വളരെ ഗുണകരമാണ്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. ഓം നാഗായ നമ അല്ലെങ്കിൽ ഓം അനന്തായ നമ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരത്തിന് 100 പാലും കൊടുക്കുക. അതുപോലെ ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ കേതുദോഷത്തിനും പരിഹാരമായി ജപിക്കുക. കറുകമാല അർപ്പിക്കുക, തേങ്ങ ഉടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഗുണകരമാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.